സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിൽ എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിക്കുന്നു. മൈ ലവിംഗ് ഗ്രീറ്റിംഗ്സ് ടു ഓൾ ഓഫ് യു ഇൻ ദി മാച്ച്ലെസ് ആൻഡ് വണ്ടർഫുൾ നെയിം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ നമ്മുടെ പ്രൊഫറ്റിക് സ്റ്റഡീസിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വരികയാണ്. In every class, I tell you plenty of things in the way of introduction. നിങ്ങൾ ഇൻട്രഡക്ഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാ ക്ലാസ്സും ഞാൻ പറയാറുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ഇൻട്രഡക്ഷൻ. ശരിക്കും ഇൻട്രഡക്ഷൻ അല്ല. ദാറ്റ്സ് എ കോർ പാർട്ട് ഓഫ് അവർ സ്റ്റഡി. നമ്മുടെ സ്റ്റഡിയുടെ കോർ പാർട്ടാണത്. When we come to studying the Word of God, we should have a few things already in our mind. നമ്മുടെ മനസ്സിൽ ദൈവത്തിനെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ധാരണയിൽ ഓൾറെഡി ഉണ്ടായിരിക്കണം. The one is, what is the Word of God? What is the Word of God? ദൈവവചനം എന്താണ്? It has many definitions. ഒത്തിരി നിർവചനമുണ്ട് അതിന്. And one of the interesting definitions is the order that God brings into or wants to bring into existence. ദൈവം വരുത്തുന്ന ക്രമീകരണങ്ങൾ എന്നാണ്. Where there is absolute disorder, everything is in disorder, the word comes and things are put in order. എല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് കലങ്ങി കിടക്കുന്നിടത്ത് ദൈവം തന്റെ വചനം അയക്കുന്നു. And then what happens? Everything is back to normalcy, back to order. എല്ലാം ഓർഡറായി വരികയാണ്. That's how the Bible begins. അല്ലേ? When there was a chaotic situation, God sent his word. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. So when the word of God came, light came and things came into order. When we understand that, and അത്ര മനസ്സിലാക്കി കഴിയുമ്പോൾ, the next thing to understand is, what happens? It comes to us. ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്കെന്താ സംഭവിക്കുന്നത്? Some of you would say, we feel terribly bored, irritated, boring. ഇങ്ങനെ പല കമന്റ്സ് പലരും പറയാറുണ്ട്. Sylvia has already started laughing. Sylvia ചോദിക്കുക, how did you really know that what's happening in my situation? Sylvia, well, ഞാൻ ചുമ്മാ പറഞ്ഞ. Okay. So, our life gets ordered. This is something like, I should say, a process that happens all by itself without we knowing. നമ്മൾ അറിയാതെ നമുക്ക് സംഭവിക്കുക ദൈവവചനം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് the word of God is working in us and is putting an order in our life situations. ആ ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിന് മാത്രമല്ല. Is not only for arranging your day-to-day life, but also for aligning or arranging your life in such a way that without we knowing, our inner man is getting ready to listen to the trumpet call. നമ്മൾ അറിയാതെ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്രമീകരിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടി?
ട്രംപറ്റ് കോളിന് വേണ്ടി, കാഹളത്തിന് വേണ്ടി. It's not always a deliberate process. It is something that happens automatically. എപ്പോഴും ഡെലിബറേറ്റ് ആയിരിക്കണമെന്നില്ല. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് റെഡിയാകുകയാണ് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി. So that is the next thing to understand when you come to studying the word of God. ദൈവത്തിനെ പഠിക്കാൻ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം ഇതാണ്. And then comes the question, how can the word of God put your life into order? ദൈവവചനത്തിന് നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഓർഡറിൽ ആക്കാൻ കഴിയും? The simple answer, that itself is order. The word of God itself is order. ദൈവവചനം തന്നെ ക്രമീകരണങ്ങളാണ്. Now we are looking into end time prophecies, aren't we? നമ്മളിവിടെ നോക്കുന്ന അന്ത്യകാല പ്രവചനങ്ങളാണ്. When it comes to end time prophecies, there are prophetical predictions to be fulfilled at certain times. At certain times. ഇന്ന സമയങ്ങളിൽ നടന്നിരിക്കണം എന്നുള്ള പ്രവചനങ്ങളുണ്ട്. And the next thing, certain prophetical predictions to be completed in such cases pertaining to nationalities, languages, people, and nations, and so on. രാജ്യങ്ങൾ, ആളുകൾ, ഭാഷക്കാർ, വംശക്കാർ, അവരുമായി ബന്ധപ്പെട്ട് ഇന്ന കാര്യങ്ങൾ നടന്നിരിക്കണം. It's written in order. It's written in an order. അതൊരു ഓർഡറിൽ എങ്ങനെ എഴുതി വച്ചിരിക്കുക. We as children of God, why do we study it? ദൈവമക്കളായ നമ്മൾ എന്തിനത് പഠിക്കണം? See, these days we are focusing on one place on earth called Gaza. ഈ ഭൂമിയുടെ മുഖത്ത് ഗാസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഫോക്കസ് ചെയ്താണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റഡീസ് പോകുന്നത്. There is certainly a question. ഈ കേരളത്തിൽ കിടക്കുന്ന നമുക്ക് കേരളത്തിൽ തന്നെ വടക്കോടെ പടിഞ്ഞാറെന്ന് അറിയത്തില്ല. കോഴിക്കോട് എവിടെ, കോഴഞ്ചേരി എവിടെ എന്ന് ചോദിച്ചാൽ തിരിച്ചറിയുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് തന്നെ എനിക്കറിയത്തില്ല. ശരിയല്ലേ കെത്തി മാത്തി പാസ്റ്ററെ? കോഴിക്കോട് എവിടെ, കോഴഞ്ചേരി എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ തപ്പും. നമ്മളോടാണ് കണ്ടുപോരത്ത് കിടക്കുന്ന ഗാസയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നത്. Why should we be interested in at all? Why should we? Does it even remotely pertain to our faith? നമ്മുടെ വിശ്വാസമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ ഈ ഗാസയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ? Some of you must be wondering now, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് എന്താ സാധിക്കാൻ? നമ്മളിതൊക്കെ അറിഞ്ഞിട്ട് എന്തോ കാര്യം സാധിക്കാനാ? Well, when we come to that point, there are a number of things that we must understand, especially in such a time like this as we are living. നമ്മൾ താമസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നമ്മൾ അറിയേണ്ട വലിയ പ്രാധാന്യമുണ്ട്. The question is, where are we focused towards? As long as you are focused towards eternity or the coming back of the Lord Jesus Christ or the rapture of the church, നിത്യതയിലേക്ക്, സഭയുടെ ഉൾപ്രാവണത്തിലേക്ക്,
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവിലേക്ക് ആണ് നമ്മളുടെ ശ്രദ്ധയെങ്കിൽ നമ്മളിത് അറിഞ്ഞിരിക്കണം. We should. Suppose we are least interested in any of these things at all. ഇതൊന്നും നമ്മുടെ താല്പര്യം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചുകുഴപ്പം കാലത്ത് കറണ്ട് ചാർജും കളഞ്ഞിട്ട് ഇത് ഓൺ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമില്ല. So what I was trying to tell you, this sharpens our idea about how close we are to the rapture of the church. സഭയുടെ റാപ്ചർ, സഭയുടെ ഉൽപ്രാവണവും നമ്മളും തമ്മിൽ എത്ര അടുത്തിരിക്കുന്നു. That's the first thing. That's the first thing, how close we are. രണ്ടാമത്തെ കാര്യം, the second thing, reason why we study, we are studying a textbook. We follow a textbook, which is the only one so-called religious book that has got any say in the events that are happening in the world today. നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തെ റിലീജിയസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ടെക്സ്റ്റ് ബുക്ക്, ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ബുക്ക്. പക്ഷെ റിലിജിയൻ എന്ന ടൈറ്റിലാണ് ഒരു ലൈബ്രറി പോയാൽ, ബുക്ക് സ്റ്റോറിൽ പോയാൽ, എവിടെ പോയാലും വേദപുസ്തകം വെച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി, ഈ 1,900 റിലിജിയൻസ് ഉള്ളതിൽ ഒരു റിലിജിയന്റെയും ഒരു കിതാബിനും ഒന്നും പറയാനില്ല. Except one, that is the Holy Bible that we uphold. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിനല്ലാതെ വേറെ ഒരു പുസ്തകത്തിനും ഒന്നും പറയാനില്ല. So what does it tell us as well as the world? നമ്മളോടും ലോകത്തോടും ഈ വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നത്? It tells us, look at the word of God, it is trustworthy, because what God predicted in his eternity, what God wrote thousands of years ago, now happening in front of your very eyes. ദൈവം തൻ്റെ നിത്യതയിൽ കണ്ടത് 1000 വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ പ്രവാചകന്മാർ കൂടെ എഴുതി വച്ചത്, ഇറ്റ് മേ ബി ലൈക്ക് ദാറ്റ് എന്ന ഇന്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല. We don't need an interpretation. But the place, the location, the events, the situations, all these things clearly mentioned. Okay? സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, നടക്കേണ്ട സംഭവങ്ങൾ, ഇതെല്ലാം thousands of years ago അതുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. Now, our today's focus is on 3 major prophetical writers. Number 1 is Zechariah. Number 2 is Zephaniah. Number 3 is Amos. Amos, Zephaniah, Zechariah. Amos, Zephaniah, Zechariah. ഈ 3 പ്രവാചകന്മാര് ഈ അൺക്വസ്റ്റ്യനബിൾ ആയിട്ട് വിത്ത് അബ്സല്യൂട്ട് ക്ലാരിറ്റി എഴുതി വെച്ച പ്രവചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. Now there is another question. Again, why should we study it? Why should we study it? The reason is simple.
They looked at a particular period in history, but not from their perspective, past history or current affairs, but future history. നോക്കിയോണേ, 8th century BC. 8th century BC എന്ന് പറയുമ്പം നമുക്ക് എങ്ങനെ പറയാം? Almost 2,800 years ago. 2,800 years ago. A prophet named Amos. A prophet named Amos. He was living in the southern part of Israel. From there, he went all the way up to the northern part of Israel. നമുക്ക് എങ്ങനെ പറയാം? തിരുവനന്തപുരത്ത് താമസിച്ച ഒരു പ്രോഫറ്റ് നടന്നങ്ങ് കാസർഗോഡ് ചെന്നു. Because there he found that he was on a high place. Standing there, he could speak down and everybody could hear. താഴോട്ട് നോക്കി എല്ലാവരും കേൾക്കാവുന്ന പോലെ പ്രവചിക്കാവുന്ന. When was it? 2,800 years ago. And he prophesied the fate of Gaza and why that is going to be the fate of Gaza. Then Gazaയുടെ ഫേറ്റിനെ പറ്റി പ്രവചിക്കുക. Not only that, why that should be the fate of Gaza. Gaza is going to be destroyed because God will punish Gaza. അതൊരു നാച്ചുറൽ കലാമിറ്റി അല്ല, ഒരു പ്രകൃതിക്ഷോഭമല്ല, മണ്ണിടിഞ്ഞതല്ല. But that's the punishment of God or the judgment of God. Then comes another question. Why should God judge Gaza? Why should God judge Gaza? ദൈവം എന്തിന് ഗാസയെ ശിക്ഷിക്കണം? Well, the reason is very clearly given. കേട്ടോ, ക്ലിയർ ആയിട്ട് എൻ്റെ റീസൺ പറയാം. എങ്ങനെ ഈ ആമോസ് തുടങ്ങുന്നറിയാമോ? For 3 or 4 iniquities, so transgressions of Gaza, God cannot withdraw his punishment. ഗാസയുടെ 3-4 അകൃത്യങ്ങൾ കാരണം ദൈവത്തിന് ശിക്ഷ മടക്കുവാൻ കഴിയത്തില്ല. I believe you are all listening to me and you are following me also. എത്ര കാര്യം നമുക്ക് മനസ്സിലായി? Number 1, God punishes. Why should God punish? If God doesn't punish, he is not a righteous God. ദൈവം ശിക്ഷിക്കുന്നില്ലെങ്കിൽ ദൈവം നീതിമാനായ ദൈവമല്ല. Second question, why should God punish? Iniquities or transgressions, അകൃത്യങ്ങൾ എത്ര? Okay, there is a specific number, 3 or 4 transgressions of Gaza. ഗാസയുടെ 3-4 അതിക്രമങ്ങൾ നിമിത്തം. അപ്പൊ ദൈവം എന്ത് ചെയ്തു? God exactly numbered or counted the number of mistakes, the number of sins, the number of transgressions that Gaza committed, that God cannot leave unpunished. ദൈവത്തിന് ശിക്ഷിക്കാതെ വണ്ണം വെറുതെ വിടാൻ കഴിയാത്ത 3-4 അകൃത്യങ്ങൾ ഗാസയിലുണ്ട്. So what is the next thing we are going to study then? എന്തൊക്കെയാണ് ദൈവത്തിന് ശിക്ഷിക്കാതെ വിടാൻ കഴിയാത്ത കുറ്റങ്ങൾ? Well, and the next thing involved in it is, when is God going to do that? When is God going to do that? എപ്പോഴാണ് ദൈവം ഇത് ചെയ്യുന്നത്?
Look, when did God predict it? 2,800 years ago. He 2,800 years ago predicted it. Why God has not done it so far? God predicted this 2,800 years ago. That's fair enough, okay. But why then God didn't do it so far? That's a good question, isn't it? Do you know why? What's the importance of the time that we are living in? നമ്മൾ താമസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ശിക്ഷിക്കാനുള്ള കാരണം എന്താ? ഇപ്പൊ ശിക്ഷിക്കാനുള്ള കാരണം കേട്ടോണം. Because history is going to come to an end. History is going to come to an end. ചരിത്രം അവസാനിക്കാൻ പോവാ. ചരിത്രം അവസാനിക്കാൻ പോവാ. So, the greater the transgressions of a nation, far greater the mercy of God. It ends even to the very end of the world, giving that particular nation enough time to repent. മനസ്സിലായോ? ഒരു ദേശത്തിന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോ പെട്ടെന്ന് അവരെ തല്ലിക്കൊന്നു കളയാതെ ദൈവം അവർക്ക് സമയം നീട്ടി കൊടുക്കുക. ഏതുവരെ? To the end of history. ചരിത്രത്തിന്റെ അവസാനം വരെയും നീട്ടിക്കൊടുക്കുക. എന്തിനാ നീട്ടിക്കൊടുക്കുന്നത്? So that they can continue the same thing that they are doing. They can go on doing the same wrong again and again and again. ഈ കൊള്ളനാടി വീണ്ടും കാണിക്കാനാണോ? No. So that they are given a time to repent. അവർക്ക് മടങ്ങി വരാൻ, അനുതപിക്കാൻ, തെറ്റ് തിരുത്തുന്നതിന് ദൈവം ടൈം കൊടുക്കുക. Now, time is coming to an end. Our blessed Lord is going to come back. There are certain prophetic fulfillments to be completed before the second coming of the Lord Jesus Christ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരുന്നതിന് മുൻപ് നിവർത്തീകരിക്കേണ്ട ചില പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളുടെ നിവർത്തീകരണത്തിലേക്ക് ലോകം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, we must understand that our blessed Lord is coming back. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി എന്ന്. So keep all these pieces of information, not introduction, all these pieces of information I have just given you. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ സംഗ്രഹിക്കണം. ഇതുപോലെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചോണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുമ്പോൾ അറിയാമോ? Now we are going to see, I'm going to see whether I can give you some screen sharing. Whether I can give you some screen sharing. That would be of great importance to you. It will immensely help you understand the topics that I'm going to deal with you today. Brother Sumit. Yes, sir. Well, you cannot see any of these things, can you? Yes, we can. We can see your screen. Really? Yes, sir. You must be a really, really smart man then. Okay. So, are you going to mark the places for the people, or I'm going to do it? No, sir, I will do it. Oh, you are even much smarter than what I thought. നമ്മൾ ഈ വൈഡർ പിക്ചറിലേക്ക് നോക്കുമ്പോൾ, when you look at the wider picture, ആ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. Can you see Mediterranean Sea, the wide blue background? That is Mediterranean Sea. And down at the bottom, ഏറ്റവും താഴെ നിങ്ങൾ ഈജിപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഈജിപ്റ്റ്. യെസ്, ഈജിപ്റ്റ് മുതൽ താഴോട്ട് നമ്മൾ കാണുന്നത് ആഫ്രിക്കയാണ്. That is the African continent.
That's where Africa is meeting. Africa is meeting the Asia, because look at the right side. On the right side, you see Israel. Well, and from Israel onwards, now when you turn towards the right or the east, the Asian continents are starting. Then, a Mediterranean left side or western side, Europe. Now, what are you going to do? Yes, thank you. Look at Gaza Strip. So, which is Gaza? That particular place is called Gaza. Sumit, please mark Gaza for our people. Okay, that's correct. Gaza in the world. This is Gaza. So ideally, where is Gaza? Gaza is in between the meeting point of 3 continents. 3 continents-ന്റെ meeting point ഇടയ്ക്കാണ് Gaza. That is Africa, that is Europe, and then that is Asia. That's where we see our poor Gaza. Okay, look at here. I think here the picture is a bit more clear. അല്ലേ? അങ്ങനെയാണോ ആനു സാറേ? Is the picture more clear? Okay. അപ്പോൾ നമുക്ക് ഏതെല്ലാം നോക്കാം. That navy blue ആണ് the entire Israel. A entire Israel-ന്റെ look at the left side of it, a small landscape. Yes, that is what is called Gaza Strip. Just above it, yes, ഇച്ചിരി മേൽ കാണുന്നതാണ് Gaza City. That means that's a very small piece of land, so close to the Mediterranean Sea. Second, it's something like a side pocket of the nation Israel. Israel's ഒരു side pocket പോലാണ്. Something so attached to Egypt. African continent-നോട് വളരെ attached ആണ്. From there, they have all the Israel accessible to them. ഈ ഗാസയിൽ നിന്ന് ഇസ്രയേൽ മുഴുവനും മേള് താഴെ കിടക്കുന്ന ഇസ്രയേലിനെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ they have no problem. They have no problem. And that's what they did on the 7th of October 2023. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി. That's what they did. Attack the whole Israel. ഇനി നമ്മൾ so I showed you the geography and the topography, and now let us look at the importance of it. The one thing that I'm going to say is Gaza was so rich. Number 2, Gaza was so powerful. Number 3, Gaza was so influential. So how many words I told you about Gaza? Rich, powerful, and influential. 1, സമ്പന്നമാണ്. 2, പവർഫുൾ ആണ്. 3, ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ്. Why Gaza was so rich? കാരണം so close to it is the massive Mediterranean Sea. Massive Mediterranean Sea. അതുകൊണ്ടുള്ള ഗുണം എന്തെന്നറിയാമോ? Because they had seaports and easy trade routes to where? To the European nations and then to the African countries. ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിന്റെ മെയിൻ റൂട്ട് എന്ന് പറയുന്ന മെയിൻ പോയിന്റ് ഗാസ ആയിരുന്നു. When I say ആയിരുന്നു, when I say it was, then you can ask me a question, what is it now? Well, now also there is strategic trade route point.
And secondly, all the merchants from where? Between Egypt and Lebanon. You have seen Egypt. I was in Egypt. Yes. Egypt has always been called the breadbasket of Europe or Asia. Europe and Asia. ഏഷ്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് ആണ് ഈജിപ്റ്റ്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ എവിടെ ക്ഷാമം ഉണ്ടെങ്കിലും എത്തിക്കുന്നുള്ള ഫുഡ് മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഈജിപ്റ്റ്. Then now you see up in the north Lebanon. മേപ്പോട്ട് നോക്കിയ ലെബനൻ കണ്ടില്ലേ? Lebanon was also another rich place. ഈ രണ്ട് പേര് തമ്മിലുള്ള ട്രേഡ് നടക്കേണ്ട എതിലെയാണ്? Through Gaza. It was through Gaza. That's why whoever ruled Gaza were powerful and influential. Gaza ആരൊക്കെ ഭരിച്ചോ, whoever they ruled Gaza, they were rich, powerful and influential because they decided the trade route between what and what? Between Asia, Europe and Africa. That's what they decided. So that means that is the strategic importance of the city Gaza. Gaza എന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും strategic importance ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. I believe you understood the strategic importance of Gaza. Okay, now we are coming back to. ഇനി ഞാൻ ആ സ്ക്രീൻ നിങ്ങളെ കാണിക്കുന്നില്ല. Keep that screen in your mind because with that understanding we are going back to where I stopped on last day. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പറഞ്ഞു നിർത്തിയ ആ ഭാഗത്തേക്ക് വന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഫാസ്റ്റായിട്ട് വരാൻ പോവാ. They all passed through Gaza, leaving distractions in their wake. അപ്പം ഈ ഇത്രയും പ്രദേശത്തെ ആളുകൾ, എത്രയും പ്രദേശത്തെ ആളുകൾ? ഏഷ്യയിലെ, യൂറോപ്പിലെ, ആഫ്രിക്കയിലെ ആളുകളൊക്കെ അവരുടെ ട്രേഡ് ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ യുദ്ധാവശ്യത്തിന് വേണ്ടി or whatever it may be അവർ കടന്നു പോകുന്ന സ്ഥലമാണ് ഈ ഗാസ എന്ന് പറയുന്നത്. അത്യാവശ്യം ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. Its history is a constant cycle of war, collapse and reconstruction. ഗാസയുടെ പ്രത്യേകത എല്ലാ കാലത്തും അവിടെ യുദ്ധം ഉണ്ടാകും, കൊളാപ്സ്, സിറ്റി തകർന്നു വീഴും, റീകൺസ്ട്രക്ട് ചെയ്യും. Isn't it surprising that the name meaning fortress has become synonyms with ruin? ഗാസ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ ഫോർട്രസ് എന്നാണ്, കോട്ടയെന്ന്. നാശമുണ്ട്. How can a city meant to be powerful become a symbol of sorrow? അപ്പോൾ ചോദ്യമുണ്ട്. ഈ ബലം എന്ന അർത്ഥമുള്ള ഒരു സ്ഥലത്തിന്റെ പേരിന്റെ അർത്ഥം ബലമെന്ന്. പക്ഷെ ഇതെങ്ങനെ മുടിഞ്ഞു മുണ്ടക്കോല് വെക്കുന്നത്? ഇങ്ങനെ മുടിഞ്ഞു മുണ്ടക്കോല് വെക്കാൻ കാര്യം എന്താ? The answer lies not in its geography or its politics, but in prophecy. അപ്പം അതിൻ്റെ മറുപടി ഗാസയുടെ ജിയോഗ്രഫിയിലല്ല, അവരുടെ പൊളിറ്റിക്സിലല്ല, അവരെ പറ്റിയുള്ള പ്രോഫസീസ് ആണ്. From the beginning, Gaza was destined to be the scene of judgment. കാരണം ഗാസയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ സീൻ ഓഫ് ജഡ്ജ്മെന്റ്, ന്യായവിധിയുടെ സ്ഥലമാണ്. Its walls would not stand. പ്രവാചകന്മാർ പ്രവചിക്കുന്നത് എത്ര വലിയ ഭിത്തി കെട്ടി ഉണ്ടാക്കിയാലും ഗാസയെ നീ പിടിച്ചു നിൽക്കത്തില്ല. However strong the walls you construct to protect yourself, oh Gaza, you won't withstand. ഇതാ ഗാസയെ പറ്റിയുള്ള പ്രവചനം. എത്ര ബലമുള്ള പട്ടണം, വോൾസ് നീ ഉണ്ടാക്കിയാലും ഗാസയെ നീ പിടിച്ചു നീക്കത്തില്ല. Its palaces would not endure because
God of Israel had decreed its end. നിന്റെ കൊട്ടാരം നിലനിൽക്കത്തില്ല. Your palaces would not endure. നിന്റെ കൊട്ടാരം നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട്? ഇസ്രായേലിന്റെ ദൈവം നിനക്കെതിരായിട്ട് വിധി പറഞ്ഞു കഴിഞ്ഞു. Now, in Philistine times, Gaza was not just a military stronghold. ഈ ഫിലിസ്തീർ ഗാസ ഭരിക്കുന്ന കാലത്ത് എന്ന് പറയുമ്പം നമുക്കതിനെ എങ്ങനെ പറയാം? ഡു യു റിമെമ്പർ ദി ഫിലിസ്റ്റീൻ പ്രസൻസ് ഇൻ ഗാസ? ഗാസയിലെ ഫിലിസ്റ്റീൻ പ്രസൻസിനെ പറ്റി മുമ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? When God decided to bring the people of Israel from Egypt to the promised land, കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരാൻ ദൈവം തീരുമാനിച്ചപ്പോൾ, before that God decided to bring the Philistines from Crete to Gaza. ക്രേത്തിൽ നിന്ന് ഫിലിസ്തീനെ ഗാസയെ കൊണ്ടുവരാൻ ദൈവം തീരുമാനിച്ചു. What is God's reason? ദൈവത്തിന് അങ്ങനെ തീരുമാനിച്ചത്? Because they will be constantly forming enmity against the children of God. ദൈവമക്കൾക്കെതിരായിട്ട് ഈ ഗാസയിൽ കിടന്ന് ഫിലിസ്ത്യൻസ് എല്ലാ കാലത്തും ശത്രുത ഉണ്ടാക്കും. That's what we see when Joshua came there. ജോഷുവയുടെ കാലത്ത് ജോഷുവ കണ്ടു. That's what we saw during the time of the judges, ന്യായാധിപന്മാരുടെ കാലത്ത്, and during the time of the monarchy, രാജഭരണത്തിന്റെ കാലത്ത്. So all through the time. Now, what about the time of our blessed Lord? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാലത്തോ? ഫെലിസ്ത്യർ എന്നൊരാളിനെ പറ്റി നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഗോസ്പെൽസിൽ വായിക്കുന്നുണ്ടോ? Do we read Philistines? No. Why don't we read? Because the purpose being over, God himself annihilated the Philistines. ഫെലിസ്തീൻസിനെ അവിടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ പേർപ്പസ് ഉണ്ടായിരുന്നു. ആ പേർപ്പസ് കഴിഞ്ഞപ്പം ഫെലിസ്തീൻസിനെ ദൈവം ഇല്ലാതാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫെലിസ്തീൻസ് പറഞ്ഞാൽ ഫെലിസ്തീർ ഗാസയിൽ ഉണ്ടായിരുന്ന കാലം എന്ന് മുതൽ എന്ന് വരെ? ജോഷുവയുടെ ടൈം മുതൽ, ഓർ ബിഫോർ ദ ടൈം ഓഫ് ജോഷുവ മുതൽ, ബിഫോർ ദ ടൈം ഓഫ് അവർ ബ്ലെസ്ഡ് ലോർഡ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശുദ്ധ നാടുകൾ ജനിക്കുന്നതിന് മുമ്പ് വരെയുള്ള ടൈം. That is the only time when Philistines were there. There were no Philistines thereafter. Keep that also in your mind. Please keep that in mind. Now we are coming back to. Yes. Its true strength lay in its strategic position as a gateway into international trade. International trade ഗേറ്റ്വേ ആയിരുന്നു ഗാസ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ രാജ്യങ്ങളെല്ലാം കാണിച്ചല്ലോ. ഈജിപ്തിലേക്ക് വരാൻ, മെസപ്പൊട്ടേമിയയിലേക്ക് വരുന്നതിന് ഗാസയായിരുന്നു മെയിൻ റൂട്ട്. എല്ലാ മെറ്റൽസും ഗ്രെയിൻസും ടെക്സ്റ്റൈൽസും കാരവൻസും സ്പൈസസ് അടക്കമുള്ള മുഴുവൻ സാധനങ്ങളുടെ ട്രേഡ് റൂട്ടായിരുന്നു ഗാസ. Whoever controlled Gaza controlled the passage of the riches of the ancient world. പുരാതന ലോകത്തിന്റെ ധനം അത് നിയന്ത്രിച്ചിരുന്നത് ഗാസ ഭരിക്കുന്ന ആളുകളായിരുന്നു. Archaeologists has got a lot of things to speak about them. Our report, സൈപ്രസുമായിട്ടുള്ള കണക്ഷൻസ്, ഗ്രീസുമായിട്ടുള്ള കണക്ഷൻസ്, ഈജിപ്റ്റുമായിട്ടുള്ള കണക്ഷൻസ്, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള കണക്ഷൻസ്, all ഇസ്രയേലുമായിട്ടുള്ള കണക്ഷൻസ്. All these things were very important culturally,
Gaza was a melting pot. Canaanites, Egyptians, and Asians influence mingled there. നമുക്ക് കൾച്ചറലി പറഞ്ഞാൽ ഗാസ ഒരു മെൽറ്റിംഗ് പോയിന്റ്. കനാന്യര്, ഈജിപ്തുകാര്, ഏഷ്യൻസ്, ഇവരുടെയൊക്കെ ഒരു മീറ്റിംഗ് പോയിന്റ്, ഒരു മെൽറ്റിംഗ് പോയിന്റ് ആയിരുന്നു ഈ ഗാസ. ഫിലിസ്റ്റീൻസ് ആയിരുന്നു ഒരുപാട് വർഷം ഗാസ ഭരിച്ചിരുന്നത്. ഇറ്റ്സ് വാൾസ് ആൻഡ് പാലസസ് റിഫ്ലക്റ്റഡ് പവർ ബട്ട് ഓൾസോ ലക്ഷറി. ലോകത്തിന്റെ മുഴുവൻ ലക്ഷറിയും ഉള്ള സ്ഥലം, ലോകത്തിന്റെ മുഴുവൻ പവർ കേന്ദ്രീകരിച്ച സ്ഥലം. ഇന്ന് കാണുന്ന എക്സ്കവേഷൻസ്, കുഴിച്ചെടുക്കുന്ന എക്സ്കവേഷൻസ് ഒക്കെ ഒരു കാലത്ത് എത്രയോ പവർഫുൾ ആയിരുന്നു ഗാസയുടെ സിറ്റീസ് എന്ന് കാണിക്കുന്നതാണ്. റിലീജിയസ്ലി Gaza was a center of idolatry. Not only Dion was worshipped, but also Astaroth and Baal. Dion, Astaroth, Baal. Dion, Astaroth, Baal. ഈ മൂന്ന് ദൈവങ്ങളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു ഈ ഗാസ. When I say so, what should you understand? Well, what do you understand? ഞാൻ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് എന്താ മനസ്സിലാക്കാവുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ. There is only one God that can eternally safeguard a city, and that is the God of Israel and God in heaven. No other God can eternally safeguard a city or a country or a nation or a people other than God of Israel or God of the Bible. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം അല്ലാതെ, ഇസ്രായേലിന്റെ പരിശുദ്ധനല്ലാതെ വേറെ ഒരു ദൈവത്തിനും ഒരു ജനത്തെ, ഒരു നഗരത്തെ, ഒരു പട്ടണത്തെ, ഒരു രാജ്യത്തെ ചരിത്ര അവസാനം വരെ സൂക്ഷിക്കാൻ കഴിയത്തില്ല. Who can keep you till the end of history? Only one person, only one God. That is the God of Israel. What about others? Well, unfortunately, none of them can do it. ഇതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മൾ ചരിത്രത്തിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. The inscriptions found in Philistines area reflect sacrifices, fertility rituals, practices that contrasted with the holiness demanded by the God of Israel. ഈ സെന്റൻസ് ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാര്യം ആ ഒരു സെന്റൻസിൽ എന്തുകൊണ്ട് ഗാസ നശിക്കണം, അടുത്തത് എന്താണ് ഗാസയുടെ 3 or 4 അകൃത്യം എന്ന് ദൈവം പറഞ്ഞത്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, 1 സാക്രിഫൈസസ്, യാഗങ്ങൾ. ഫെർട്ടിലിറ്റി റിച്വൽസ്, അതിനെപ്പറ്റി ഞാൻ മലയാളം എങ്ങനെയാ പറയേണ്ടത് എനിക്ക് അറിയാമെങ്കിലും അതിൻ്റെ ഭാഷാപ്രയോഗങ്ങൾ കൊള്ളരുതാത്ത പ്രയോഗങ്ങളാണ്, അതിവിടെ പറയാൻ കൊള്ളത്തില്ല. And practices that contradicted the holiness, ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായ സമ്പ്രദായങ്ങൾ. This explains why the prophet denounced not only the violence in Gaza but also its spiritual corruptions. ഗാസയുടെ പ്രത്യേകത 2 കാരണങ്ങൾ. 1 വയലൻസ്, 2 സ്പിരിച്വൽ കറപ്ഷൻസ്, ആത്മീയ അഴിമതികൾ. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡറ്റസ് ആണ്. ഹെറോദത്തസ്, HERODOTS, ഹെറോഡറ്റസ് ആണ് ഏറ്റവും ഭംഗിയായിട്ട് ഗാസയെ പറ്റി, അതിൻ്റെ ചരിത്രത്തെ പറ്റി എഴുതിയിട്ടുള്ളത്. For ancient people, Gaza presented a
place of abundance and wealth. സമൃദ്ധി, ധനം, ഇതൊക്കെയാ മനുഷ്യന്റെ നോട്ടത്തിൽ ഗാസയില്. But this prosperity was not accompanied by justice, but rather by oppression and violence. ഗാസ അവര് റിച്ച് ആകാൻ ഉപയോഗിച്ചത് നീതിയും ന്യായവും അല്ല, മറിച്ച് ഓപ്പറേഷൻസും വയലൻസുമാണ്. Gaza resorted to oppressions and violence for them to become rich, not justice. നീതിയും ന്യായം ഉപയോഗിച്ചല്ല അവർ ധനിയാന്മാരാകാൻ ശ്രമിച്ചത്, മറിച്ച് അടിച്ചമർത്തലും ക്രൂരതയും കൊണ്ടാണ്. Now, there's a question you must be asking me. What is that violence? ഗാസയുടെ 2-3 വയലൻസ് കാരണം, 3-4 അതിക്രമം കാരണം ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. Mr. Pastor, are you okay? Okay, Pastor. Yeah. So far, അല്ലേ? ഏത് It's സമയത്തും ഓക്കെ, ഏത് That's സമയത്തും why- ഓക്കെ അല്ലാതാകാന്ന് ഈ പറഞ്ഞു വരുന്നത്. That's why we are here, to hear and study. ഞാന് അക്കമിട്ട് ഓരോന്ന് എണ്ണി പറയാൻ പോകണം. ഐ എം ഗോയിങ് ടു pinpoint things one after another, so that you may not be left with some confusions. നിങ്ങളുടെ മനസ്സിൽ ആശയക്കുഴപ്പത്തിൽ നിങ്ങളെ ആരെയും തിരിച്ചുവിടാൻ എനിക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട്. നമ്പർ, ഈ യൂറോപ്യൻസ് wanted slaves to build their towns and cities, blah blah blah. Romansum or any other European countries. You remember the outline of Gaza? Mhm. Because the other side is Mediterranean Sea. ഈ മെഡിറ്ററേനിയൻ ക്രോസ് ചെയ്തിട്ട് യൂറോപ്യൻ ഷിപ്സ് വരും. When the European ships would come crossing the Mediterranean, there are so many slave masters in Gaza. Slave masters in Gaza. ഈ ഗാസയിലെ slave masters എന്തറിയാമോ? With strong muscles they go out and catch hold of every human being they saw. കാണുന്ന സകല മനുഷ്യനെ പിടിക്കും. എങ്ങനെ? നമ്മൾ ഈ മഴവെള്ളത്തിൽ മീനിനെ വലയിട്ട് പിടിക്കുന്ന മാതിരി. The way in which people go hunting or fishing, they catch all human beings available and they sell them to the European big slave hunters. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. The children who play in the marketplace, the women who go to buy vegetables and fruits in the market, or the men who go working outside, ഇവരൊക്കെ തിരിച്ച് വീട്ടിൽ വരുന്ന എന്താ ഉറപ്പാ? Any guarantee that they come home back? No guarantee. So the Gazans catch them and then sell them, and thus they got a large sum of money. ഗാസയുടെ വെൽത്തിന്റെ ഒരു ഉറവിടം ഈ കൊള്ളരാഴി അവർ കാണിച്ചതാ. ഏത് കൊള്ളരാഴിയ? They caught their own people. ഒരുത്തന് സ്വന്തം ഭാര്യയാണെങ്കിലും കുഞ്ഞുങ്ങളെയാണെങ്കിലും വിൽക്കുക അടിമകളായിട്ട്. നോക്കി, they cross the Mediterranean and go to the other side of the world, never to come back. Can you imagine just the sort of life that they were going to live on the other side of the Mediterranean? മെഡിറ്ററേനിയൻ കടലിന്റെ മറുകര പോയി കഴിഞ്ഞാല് പിന്നെന്തോ ലൈഫ് എന്താ ആലോചിച്ച് നോക്കി. So they never thought that there was a God in heaven who was watching it, and God would take punishment on them. God would punish them. ദൈവം ഇവരെ അതിന് ശിക്ഷിക്കും.
എന്ന് ഒരിക്കലും ഗാസൻസ് ചിന്തിച്ചില്ല. That was one iniquity, one transgressions of the Gazans. ഗാസൻസിന്റെ അതിക്രമങ്ങളിൽ ഒരെണ്ണമായിരുന്നത്. What is it? What they did to their own people. And secondly, they had fight with the Edomites. ഏദോമ്യരുമായിട്ട് അവർക്ക് വഴക്കുണ്ട്, ഏദോമ്യരുമായിട്ട്. So, whenever the Edomites came to Gaza, what would the Gazans do? ഇപ്പോഴും ചെയ്യുന്ന അതാകട്ടോ. What would the Gazans do? The Gaza army would invade into the entire land of Israel. സമാധാനമായിട്ട് താമസിക്കുന്ന ഇസ്രായേൽ പട്ടണങ്ങൾ മുഴുവനും കയറി ചെന്നിട്ട് എന്ത് ചെയ്യും? ഇസ്രായേലിലെ ആളുകളെ പിടിച്ചുകൊണ്ടുവരും. എന്തിനു വേണ്ടി? ഈ ഏദോമൈറ്റ്സിന് സ്ലേവ്സ് ആയിട്ട് വിൽക്കാൻ. ഇസ്രായേലിനെ പിടിച്ചു കെട്ടി ഏദോമ്യർക്ക് സ്ലേവ്സ് ആയിട്ട് വിൽക്കുക. This was another fund they had. The second thing. And they thought God didn't see that. ദൈവം കണ്ടില്ലെന്ന് വിചാരിച്ചതാ? Never. And the third was അവരുടെ റിച്വൽസ് എന്ന് പറയുന്നത്, ഫെർട്ടിലിറ്റി റിച്വൽസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ പറയാൻ പാടില്ലാത്ത മോറൽ ഇമ്മോറലായ കാര്യങ്ങളാണ്, അധാർമികമായ കാര്യങ്ങളാണ്. ഫെർട്ടിലിറ്റി റിച്വൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ ദിയോനെ പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി, to please Dion, they had to bring the women folk to the temple of the Dion, and there they had to sexually persecute them. കാരണം അവർ വിചാരിച്ചിരുന്നത്, if they did like that, there would be fertility across the land. ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ അവർ കഴിയുന്നത്. ഫെർട്ടിലിറ്റി റിച്വൽസ്, ഫെർട്ടിലിറ്റി റൈറ്റ്സ് ആൻഡ് റിച്വൽസ് എന്ന് പറയും. And then the next was you call infanticide. Infanticide എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ദേവീദേവന്മാർക്ക് ബലികഴിക്കുക. കുഞ്ഞുങ്ങളെ ദേവീദേവന്മാർക്ക് ബലികഴിക്കുക. Look at it. These were the four major transgressions that the people of Gaza enjoyed themselves with. ഗാസയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നതായ കൊള്ളരാഴികളായിരുന്നു ഈ 4 കാര്യങ്ങൾ. So what did God do? God did 2 things. Number 1, God didn't allow Gazans to prosper beyond an extent. ഒരു പരിധിക്കപ്പുറം അവർ പ്രോസ്പെർ ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. Because every time when they were prospering, ഗാസൻസ് ഒന്ന് പച്ച പിടിച്ച് വരുന്ന കാണുമ്പോഴേക്ക് ഒരൊറ്റ അടി ദൈവം അവന്റെ മണ്ടയ്ക്ക് കൊടുക്കും. A massive punishment on them. ഇത് മുഴുവൻ തവിടുകൂടിയായി ഈ പട്ടണങ്ങളും പാലസസും and the walls, all these things പൊളിഞ്ഞു. There is one thing God did as a retribution. And the second thing God did, God sent his prophets from Israel time and again. God sent his prophets from Israel time and again. You can ask me a question, for how long? For how long? ദൈവം ആദ്യം അയച്ച പ്രോഫറ്റ് ആമോസ് ആയിരുന്നു. In which era did Amos prophesy?
in the 8th century BC. And the last prophet God sent was Zechariah. When was Zechariah? In the 4th century BC. So what do you understand? For a period of 400 years. How many years? For a period of 400 years. God continuously went on speaking to the people of Gaza. എന്തുകൊണ്ടാണ് 400 years ദൈവം നിരന്തരമായിട്ട് ഗാസൻസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്? The reason is simple. God knew that he would punish them. ശിക്ഷിക്കും. And how severe that punishment is going to be. Will a single Gazan escape? ഗാസ ഭരിക്കുന്ന, ഗാസയിൽ താമസിക്കുന്ന ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ? ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. Then comes to the time of Zephaniah. സെഫനയുടെ കാലം വരുന്നു. Through Zephaniah God says, look, this is going to be a heap of rubbish. ഈ ഗാസ എന്തായി തീരാൻ പോവാണ്? ഹീപ്പ് ഓഫ് റബ്ബിഷ് ആയിട്ട് മാറാൻ പോവാ. ഇത് മുഴുവൻ കൽക്കുന്നായിട്ട് മാറാൻ പോവാ. With that I am going to conclude. Now there is a question. Every day when you open your news channels, every news channel invariably leads you to Gaza. അല്ലേ? ഗാസയെ പറ്റി കാണിക്കാത്ത ഒരു ന്യൂസ് ചാനലും ലോകത്തോടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. And in every news channel, what is the picture of Gaza you see? Rubbish and rubbish and rubbish and rubbish being heaped one on the top of the other. One on the top of the other. And then that's happening today. And the third thing is the final fire. And in the final fire, there wouldn't be anything other than ashes. Ashes അല്ലാതെ ചാരമല്ലാതെ ഒന്നും കാണത്തില്ല ഗാസയിൽ. അതാരാ പ്രവചിച്ചത്? Prophet Zechariah. So, when we study these things, what is that we are going to understand? ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കാൻ പോകുന്നത്? These things are to fulfill soon after the rapture of the church. ഇത് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത് soon after the rapture of the church. Once the church is taken to glory, സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത് നടക്കാൻ പോകുന്നത് ഗാസയെ പറ്റി പറഞ്ഞിട്ടുള്ള ഈ 3 പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ നിവർത്തീകരണമാണ്. Now that prophecies are ready to be fulfilled. ഈ 3 പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ നിവർത്തിയാകാൻ തയ്യാറായപ്പോൾ, what is the next thing that we should look forward to? A trumpet call from heaven saying, ഇവിടേക്ക് കയറി വരിക എന്ന് കാഹളനാദം പോലെ ഒരു ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടു. നമ്മളും സ്വർഗത്തിൽ നിന്ന് കേൾക്കും. So let's be ready for that. May the Lord bless all of you abundantly, exceedingly. Now the screen is back to the host. Thank you all very much. Bye. സർ, ഗാസയുടെ പിക്ചർ ഇപ്പോൾ ടി വിയിലൊക്കെ കാണുന്നതിന് മുഴുവൻ റബിളാണ്. എല്ലാം അടിച്ചു പൊട്ടിച്ച് എല്ലാം തകർത്തു വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒരു സീൻ നമ്മൾ യുക്രൈനിൽ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഈ പട്ടണങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ അവിടെയും ഇതുപോലെയുള്ള അതിക്രമങ്ങളുടെയും അക്രമങ്ങളുടെയും പാപത്തിന്റെയും പരിണിതഫലമായിട്ടാണോ കർത്താവ് ഇങ്ങനെ ഒരു ശിക്ഷ ആ രാജ്യങ്ങളിൽ നടപ്പാക്കുന്നത്? അതെ, കാരണം
നമ്മൾ ബൈബിളിൽ റോഷ് എന്നൊരു പ്രയോഗമുണ്ടല്ലോ, അത് റഷ്യയാണെന്നുള്ള നമ്മൾ ബൈ ആൻഡ് ലാർജ് പറഞ്ഞിരിക്കുന്നത്. അത് റഷ്യ അല്ല. നമ്മളിപ്പോ യുക്രൈൻ എന്ന് പറയുന്ന സ്ഥലത്തെ അവിടുത്തെ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത് ബേസിക്കലി അവര് വെസ്റ്റേൺ തുർക്കിയിലെ ആൾക്കാരായിരുന്നു. ആ വംശത്തിന്റെ പേരാണ് റോഷ് എന്ന്. രണ്ടർത്ഥമുണ്ട് റോഷിന്. ഒന്ന് ഹെഡ് എന്നുണ്ട്, അത് എറ്റിമോളജിക്കൽ മീനിങ്ങും. മറ്റൊന്ന് ഈ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണ്. അവരുടെ പ്രത്യേകത, അവരെ അവിടെ ആക്കിയിരിക്കുന്നത് the next opportunity to get, they want to destroy Israel. അവർ കിട്ടുന്ന ഏത് ഓപ്പർച്യൂണിറ്റിയും ഇസ്രയേലിനെ തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം അവരെ സംബന്ധിച്ചോളം നമ്മൾ അവരുടെ ഇന്നത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നതല്ല ശരി, കുറെ കൂടെ അവരുടെ കണ്ടംപററി ലൈഫ് സ്റ്റൈൽ പഠിച്ചാൽ ദൈവത്തിന് അവർ ശിക്ഷിക്കാതിരിക്കാൻ കഴിയത്തില്ല. അത്രയേറെ പാപം പെരുകിയ ഒരു നഗരമാണ്, ഒരു സ്ഥലമാണ്. ദാറ്റ് ഈസ് ദ റീസൺ. ഗാസ പോലെ തന്നെ. യെസ്. അപ്പോൾ സാർ, ഈ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലത്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ തകർച്ചയും ആൾനാശമൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെയും ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണോ ദൈവത്തിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരിക്കല് അതിനെപ്പറ്റി ഞാനൊരു വിശദീകരണം തന്നു. വൺസ് ഐ ഗീവ് യു ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ഇറ്റ്, ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാ ദേശത്തെയും നിയന്ത്രിക്കുന്നതിന്, നശിപ്പിക്കാതിരിക്കുന്നതിന് ദൈവം ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ, ഗോഡ് ഹാസ് ഗിവൺ ഏഞ്ചലിക് പ്രൊട്ടക്ഷൻ ടു ഓൾ നേഷൻസ് സോ ദാറ്റ് ദി ഡെവിൾ വിൽ നോട്ട് ഡിസ്ട്രോയ് ദം. പക്ഷേ ആ ഇൻഹാബിറ്റൻസ് ഓഫ് ദി ഏരിയ, ഇഫ് ദേ സെൽ ദംസെൽവ്സ് ടു ഡെവിൾ, അവർ തങ്ങളെ തന്നെ സാത്താന് വിൽക്കുക, then God's angels have to move away. They can't work. Then calamity is the only one way. Calamities മാത്രമല്ല മാർഗം അവിടെ. ദാറ്റ് ഈസ് ഇറ്റ്. നമ്മളിപ്പം ഈ ഹൈത്തിയിലെ എർത്ത്ക്വേക്കിനെ പറ്റി നമ്മൾ കണ്ടായിരുന്നു. ഹൈത്തിയിലെ പീപ്പിൾ ആരായിരുന്നു? They were the worst ever pagans. അല്ലേ ഹൈത്യക്കാര്? യെസ്. പക്ഷെ നമുക്കിന്ന് ഈ 21st സെഞ്ചുറിയിൽ ഇതൊന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ ഇത് ഹെയ്റ്റ് സ്പീച്ച് എന്ന് അതിനെ ആൾക്കാർ മറിച്ച് പറയും. അതുകൊണ്ട് നമ്മൾ ആരും പുറത്തൊന്നും പറയത്തില്ല ഇത്. യെസ്. അനുജ് ബ്രദർ. Okay. The next person to ask, Anuj sir. Anuj sir. Yeah. Please unmute yourself, Anuj sir. യെസ് സർ. ബാബു സാറേ, ഈ നമ്മള് ഈ ജെനസിസ് 15 വായിക്കുമ്പോൾ ഈ അമോറൈറ്റ്സിന്റെ ഇനിക്വിറ്റി പൂർത്തിയാവാത്തത് വരെ 400 വർഷം ഈജിപ്തില് നിന്റെ ജനം അവരുടെ അടിമകളായിരിക്കുന്നു എന്ന് പറയുന്നല്ലോ. അപ്പോ അതില് 10 ആൾക്കാരെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് വരുമ്പോൾ 7 ആൾക്കാർ മാത്രമേ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൺലി റിമൈനിങ്. അപ്പൊ ഈ 3 പേര് ആക്ച്വലി ആ 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ were they extincted before that time or were they? Yes, that's correct. അവർ റിപ്പന്റ് ചെയ്താ, അല്ലെങ്കിൽ റിപ്പന്റ് ചെയ്യല, അവർ തമ്മിൽ തലകറിയും ഇല്ലാതാവാം. അപ്പൊ ഇപ്പൊ ഈ സമയത്ത് റിപ്പന്റൻസിന് ടൈം കൊടുക്കുകയാണെങ്കിലും, ദൈവത്തിന്റെ കൃപ കൂടുതലാണെങ്കിലും, അങ്ങനെ ഒരു റിപ്പന്റൻസിന് ഒരു ചാൻസ് വരുന്നില്ല സാറേ. റിപ്പന്റൻസ് ചാൻസ് ദൈവം എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ. അതെ, വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കുറച്ചെങ്കിലും ആൾക്കാർ റിപ്പന്റ് ചെയ്യായിരിക്കും അല്ലെ? വെൽ, ദാറ്റ് ഡിപ്പെൻഡ്സ്. നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റത്തില്ല. That depends. അത് individual decisions ആണ്. Okay. Yeah. Okay sir. No problem. John Paul, Pastor John Paul.
റോഷ് എന്ന് പറയുന്ന പദം ഇന്ന് വ്യക്തമായി സാറ് പറഞ്ഞു അത് ഉക്രൈന്റെ ബേസ് എന്ന് പറഞ്ഞ അതാണ്. അപ്പൊ ഇന്ന് വ്യക്തമായി ഇതുവരെയും നമ്മൾ ചിന്തിച്ചിരുന്നത് റഷ്യ 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 എന്നാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഉക്രൈൻ ഇപ്പോ കർത്താവിന്റെ ദാസൻ പറഞ്ഞു റഷ്യയെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും, അതുകൊണ്ട് അവർക്ക് ദൈവം കൊടുക്കുന്ന പണിഷ്മെന്റും കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നതിൽ ഈ ഉക്രൈൻ വലിയ പങ്ക് വഹിക്കത്തില്ലേ? വലിയ പങ്ക് വഹിക്കത്തില്ല, അവർക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ലെന്നേ ഉള്ളൂ. വലിയ പങ്ക് വഹിക്കത്തില്ല, ലീഡർഷിപ്പിൽ വരത്തില്ല, പക്ഷെ അവർക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല. എത്തനിക് റീസൺസ് കൊണ്ട് മാറി നിൽക്കാൻ കഴിയത്തില്ല, അതെന്റെ കാര്യം. എത്തനിക് റീസൺസ് ഉണ്ടല്ലോ, എത്തനിക് റീസൺസ്, ആ എത്തനിക് റീസൺസ് കൊണ്ട് മാറി നിൽക്കാൻ കഴിയത്തില്ല. കാരണം റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്ന, റോഷെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നില്ല, ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നത്. ഗോഗിനാ പോകേണ്ടത്. Thank you, John Paul first. Katie Matthew first. Yeah. Yes. പാസ്റ്ററെ, ഈ ഗാസ ഒരു ചാരക്കൂമ്പായി എന്ന് ബാബു സാർ പറഞ്ഞല്ലോ, അത് റീബിൽഡ് ചെയ്യുമെന്നെങ്കിൽ അത് കർത്താവിന്റെ അത് കർത്താവിന്റെ വരവിന് മുമ്പായിരിക്കുമോ, അത് കഴിഞ്ഞായിരിക്കുമോ? ഈ ഗാസ റീബിൽഡ് ചെയ്യുന്നതിനുള്ള ശ്രമം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇന്നലെ തുടങ്ങിയത്. എനിക്ക് പെട്ടെന്ന് കൺക്ലൂഡ്, കാര്യം നിങ്ങൾക്ക് ചോദ്യത്തിന് സമയം തരേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ കൺക്ലൂഡ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഞാൻ പോയില്ല. ഓരോ പ്രാവശ്യവും ഗാസ തകരും, റീബിൽഡ് ചെയ്യും, പിന്നെന്താ വരും, റീബിൽഡ് ചെയ്യും, പിന്നെന്താ വരും, റീബിൽഡ് ചെയ്യും. ഇതാ ഗാസയുടെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഹിസ്റ്ററി. ഇപ്പം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു റീബിൽഡിങ് പ്രോജക്റ്റാണ് ഗാസയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. കാരണം വെച്ചാൽ ലോകത്തിലെ റിച്ചസ്റ്റ് ആയ രാജ്യങ്ങൾ മുഴുവൻ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുക ഗാസ റീബിൽഡ് ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഗാസയെ ഒരു എന്തുവാ പിന്നെ ഒരു മോസ്റ്റ് മോഡേൺ സിറ്റി ആയിട്ട്, വേൾഡിലെ ദ ബെസ്റ്റ് എവർ പോസിബിൾ ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറ്റാമെന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് പേര് അവിടെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. ചുമ്മാതാ, ഒരു കുന്തവും ആകത്തില്ല, റീബിൽഡ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. കാര്യം ഇത്രയും നാൾ ആർക്കും ഗാസ റീബിൽഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും ഒരു കുറച്ചും കൂടെ വെച്ച് വെക്കത്തേ ഉള്ളൂ. നോക്കി, ഗാസ ലോകം മുഴുവൻ ഭരിക്കത്തക്ക രീതിയിലുള്ള റിച്ചസ് ഗാസയിലെത്തിക്കഴിഞ്ഞു. ലോകത്തിന്റെ മുഴുവൻ ധനമോടെ എത്തിയിട്ടും താഴോട്ട് തുരക്കല്ല, മേപ്പോട്ട് എന്തെങ്കിലും ഉണ്ടാകുമാർ കഴിഞ്ഞിട്ടുണ്ടോ? ഈ മണ്ണിലോട്ട് തുരന്ന് ഈ എലിയുടെ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, പന്നിയിലെ ഡെവലപ്മെന്റ് ടെക്നോളജി, പന്നിയിലെ ഡെവലപ്മെന്റ് എങ്ങോട്ടാ? മേപ്പോട്ട് എന്തിനു പണിതിട്ടുണ്ടോ? തുരന്നു പോകല്ല ഉള്ളൂ. കാരണം വെച്ചാല് സ്വർഗസ്ഥനായ ദൈവത്തിനും തൻ്റെ ജനത്തിനും എതിരായിട്ട് നീ ചിന്തിക്കുന്നതോളം കാലം ദൈവം നിന്നെ മന്ദബുദ്ധി പിടിപ്പിച്ച് ഭോഷനാക്കി മാറ്റി ഇരിക്കുന്നതിനും തുരക്കുക അല്ലാതെ, ഇരിക്കുന്നതിനും തുരക്കുക അല്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ കണ്ണു കാണുന്ന കാര്യമാണ്. ഇത് കർത്താവിന്റെ വരവിന് മുമ്പ് സംഭവിക്കണം അല്ലേ? കർത്താവിന്റെ വരവിനോട് അനുബന്ധിച്ച് സംഭവിക്കാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ഇസ്രയേല് പിന്നെ ഈ 48 തിരിച്ച് രാജ്യത്ത് വരുമ്പോൾ ഈ ഗാസ ഇതുപോലെ തന്നെയായിരുന്നു, വെസ്റ്റ് ബാങ്ക് എല്ലാം, അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഇസ്രയേല് തിരിച്ചു വരുന്ന ഉടനെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇന്ന് പറയുന്ന ഗാസ, ആ മണ്ണേ അവിടെ ഉള്ളൂ. ഫിലിസ്റ്റീൻസ് അത് ഒറിജിനൽ, പക്ഷെ ഫിലിസ്റ്റീൻസ് അവിടെ ഇല്ല. ചുമ്മാ കിടക്കുന്ന മണ്ണ്. ഇത് നല്ലൊരു തീരപ്രദേശമല്ലയോ? ആ തീരപ്രദേശം ആര് നിയന്ത്രിക്കുന്നു? അവർക്ക് ആ 3 ഭൂഖണ്ഡങ്ങളുടെ വെൽത്ത് നിയന്ത്രിക്കാമല്ലോ.
അതിനുവേണ്ടി അലഞ്ഞു നടന്ന ആരബ്സ് അവിടെ വന്നു. അറബികൾ അവിടെ വന്ന് കയറി. ആ ആരബ്സിനെ റോമൻസ് എന്തോ വിളിച്ചു? പാലസ്റ്റീനീസ് എന്ന് വിളിച്ചു. റോമൻസ് കൊടുത്ത പേരാ, അല്ല. അപ്പം ഈ കാണുന്ന കക്ഷികൾ എന്ന് പറയുന്നത് വിവിധ അറേബ്യൻ രാജ്യങ്ങളിൽ വന്ന് അവിടെ കയറി കിടക്കുന്ന ആൾക്കാരാണ്. ഇസ്രയേലിന്റെ മണ്ണിൽ കയറി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരവിടെ മുഴുവൻ കയറി കിടക്കുകയായിരുന്നു. അപ്പം 1948 വിഭജനം അനുസരിച്ച് ഇസ്രയേലിന് മണ്ണ് കൊടുത്തപ്പം ഗാസ ഒഴിവാക്കിയ കൊടുത്തത്. UN ഓർഡർ വന്നു, ഗാസ ഒഴിവാക്കിയ കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്തു? ഈ ആരബ്സ് എല്ലാം കൂടി ഗാസയിലോട്ട് വന്നു. ഗാസയിലോട്ട് ഓപ്പോസിറ്റ് ആ പടം കാണിച്ചു വെസ്റ്റ് ബാങ്കും അവിടോട്ട് വന്നു. എന്നിട്ട് ആ താമസിക്കുന്ന ആൾക്കാര് പിന്നാണ് അവിടുന്ന് ഈ പാലസ്റ്റീനിയൻ ഐഡന്റിറ്റി ഒക്കെ ഫോം ചെയ്യുന്നത്. അതൊന്നും അതിനു മുമ്പ് ഇല്ലായിരുന്നു. അവർ ആരബ്സ് ആണ്. അവർ മര്യാദയ്ക്ക് അവരുടെ നാട്ടിൽ തിരിച്ചു പോകാൻ വേണ്ടിയത്. ഒറിജിനലി ദേ ആർ അറബ്സ്. അത് നമുക്ക് ഇത്രേ പറയാം. പക്ഷെ ഒരു 50 കൊല്ലം കഴിയുമ്പോൾ കേട്ടോ, ഈ പല ലോകത്തും പല രാജ്യവും തിരിച്ചു ചെല്ലുന്ന കേരളക്കാരോട്, മലയാളികളോട് ബംഗാളികൾ പറയാ, ഒരെണ്ണത്തിനൂടെ കേട്ടത്തില്ല ഞങ്ങള്. മനസ്സിലായി? നിനക്ക് എന്റെ മുറുക്കാൻകട ഇവിടെ ഉണ്ടെന്ന്. എടാ, എന്റെ വല്യപ്പൂപ്പ എസ്റ്റേറ്റ് ഇവിടെ കിടപ്പുണ്ടടാ. എന്റെ മുറുക്കാൻകട അവിടെ 15 കൊല്ലമായിട്ടുണ്ടെന്ന്. എന്റെ 15 കൊല്ലത്തെ മുറുക്കാൻകട കണക്കാന്നോ? ഇതുപോലെ ഇവർക്ക് യാതൊരു ക്ലെയിമുള്ള ലാൻഡ് അല്ല, അവരുടെ ലാൻഡ് അല്ല. ഏതുപോലെ ഈ ബംഗാളികൾക്കും ബീഹാറികൾക്കും കേരളത്തിൽ ഒരു ഇൻഹെറിറ്റൻസ് ഇല്ലാത്തതുപോലെ. അത്ര സിമ്പിൾ ആൻഡ് ക്ലിയർ ആണത്. പക്ഷേ ഇപ്പം നമ്മുടെ റീസെൻ്റ്ലി ദ പീസ് ട്രീറ്റി അനുസരിച്ച് പ്ലാൻസ് ഈ അവർ 20 പോയിന്റ് ഇതുണ്ടാക്കിയതിൽ ഗാസയെ റീബിൽഡ് ചെയ്യാൻ ഓൾ ദ നേഷൻസ് ആർ കമ്മിങ്. അപ്പം അത് സംഭവിക്കുമോ, അതോ സംഭവിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുമോ, അതോ ഫസ്റ്റ് ഡേ ഐ ഡോണ്ട് നോ. ഇറ്റ്സ് ഒരു ഫെയർ ക്വസ്റ്റ്യൻ ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ ഫെയർ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പ്ലാനിങ് തുടങ്ങും, അതിൻ്റെ പണം പിരിക്കും, അവിടെ ഒരു ഇന്റർനാഷണൽ ഫോഴ്സിനെ സെക്യൂരിറ്റി കേൾപ്പിക്കും. ഇവർക്കൊന്നും നടക്കത്തില്ല. അവർ നിന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഈ വട്ടം കറങ്ങുന്നതിനിടയ്ക്ക് നമ്മൾ ചേർക്കപ്പെടും. അതാണ് നമ്മൾ ചേർക്കപ്പെടുന്ന മൊമെന്റ്. നമ്മൾ ചേർക്കപ്പെട്ട ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ശരിക്കും അടി അവിടെ നടക്കാൻ പോകുന്നത്. അതുവരെ ഫുൾ അടി നടക്കത്തില്ല, ഭാഗികമായിട്ടേ ഉള്ളൂ. പൂർണ്ണമായ അടി നടക്കണമെന്നുണ്ടെങ്കിൽ സഭ ഇവിടുന്ന് ചേർക്കപ്പെടുക. നമ്മളതിൻ്റെ ത്രഷോൾഡിലാണ്, അതിൻ്റെ പടിവാതിൽക്കാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. പക്ഷേ ഈ വെസ്റ്റ് ബാങ്കും പിന്നെ ഗോലാൻ ഹൈറ്റ്സും അതിനെ കുറിച്ചുള്ള അത് ഇസ്രയേലിന്റെ പാർട്ടല്ലയോ? അത് 100% ഇസ്രയേലിന്റെ പാർട്ടാണ്. 100%. അവിടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ 1948 ഇസ്രയേൽ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പം ഒരു ചെറിയ % ഇസ്രയേലികളെ തിരിച്ചു വന്നിട്ടുള്ളൂ. ചെറിയൊരു % അവർ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുക. അവർ തിരിച്ചു വരുന്നതുകൊണ്ട് അനുസരിച്ച് ഇസ്രയേലിന്റെ ജനസംഖ്യ കൂടുകയാണ്. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് അവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ വെസ്റ്റ് ബാങ്കിന്റെ ഭരണം പിടിക്കാന്ന് പറഞ്ഞല്ലോ. ഇത് തന്നെയാവും. വെസ്റ്റ് ബാങ്ക് ഞങ്ങൾ ഭരിച്ചോളാം എന്ന് പറഞ്ഞല്ലോ. ഈ ബലമായിട്ട് പിടിച്ചെടുക്കല്ലോ ഗോലാൻഡ് ഹൈറ്റ്സ്. ഗോലാൻഡ് ഹൈറ്റ്സ് ബലമായിട്ട് പിടിച്ചെടുത്തു. വേറെ പണി നോക്കണം പറഞ്ഞു, അമ്മ ഓടിച്ചു വിട്ടു. ഇതുപോലാണ് വെസ്റ്റ് ബാങ്കിന് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണുന്ന ഫെലിസ്തീന്
അവരുടെ പിന്തുണക്കാരാണോ ഇന്ന് ഗാസയിൽ വസിക്കുന്ന അല്ല ഈ അല്ല അല്ല ഹമാസ്? അല്ല 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 അത് ഞാൻ ആദ്യമേ ക്ലിയർ ആക്കില്ല. അല്ല 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 നോ നോ ഇത് ഓക്കെ ഇത് ഓക്കെ അവിടെ ഉള്ള ആരബ്സ് ആണ്, ലോക്കൽ ആരബ്സ് ആണ്. ഓക്കെ, താങ്ക് യു. അവരുടെ ഒരു വംശം ഇന്ന് അവിടെ നിലവിലുണ്ടോ? ഇല്ല 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 ഇല്ല, വംശനാശം വന്നവരാണ് അവര്. ഓക്കെ, താങ്ക് യു. അവരെ കൂടെ പെർപ്പസ് കയറുന്ന ദൈവം അവരെ തീർക്കുകയും ചെയ്തു. പിന്നെ അവനെ കൂടെ ഓക്കെ. കയറുന്ന കാര്യം എന്താ? അല്ല, ഇവര് അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ ഫെലിസ്തരുടെ അവകാശമാണ്. ആർക്ക് എന്തോ അവകാശപ്പെടാൻ വയ്യാത്തത്? ആർക്ക് എന്താ പക്ഷെ അവകാശപ്പെടാൻ വയ്യാത്തത്? ചുമ്മാ അങ്ങ് പറയല്ലേ, എവിഡൻസ് ഒന്നും വേണ്ടല്ലോ. എവിഡൻസ് അതുപോലെ വെച്ച് നമ്മളെ വേണ്ട, ഈ പിന്നെ ആർക്ക് എന്താ ഗാസയെക്കുറിച്ച് അവകാശപ്പെടും? ഈ ഗാസയെക്കുറിച്ചുള്ള പ്രവചനത്തിൽ പറയുന്നുണ്ട് ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു, ഗാസ പൂർണ്ണമായി ശൂന്യമായി തീരും എന്നൊക്കെ പറയുന്നു. ഉം, ഉം. അത് റീബിൽഡ് ചെയ്തതിനു ശേഷം വീണ്ടും കർത്താവിന്റെ വരവിൽ അത് പൂർണ്ണമായി അത് ആ പ്രവചനം കംപ്ലീറ്റ് ആയി റീബിൽഡ് ചെയ്യപ്പെടത്തില്ല. അതാ പറഞ്ഞ പൂർണ്ണമായി അത് വലിയ ശ്രമങ്ങൾ നടക്കത്തേ ഉള്ളൂ, പക്ഷെ തകർന്നില്ലതായി പോകും, ഓക്കെ. അതൊരു ശൂന്യ കൂമ്പാരമായി മാറും. മാറും. യെസ്, മാറും. ഓക്കെ, താങ്ക് യു. സ്തോത്രം. അതുകൊണ്ട് അങ്ങോട്ട് ആർക്കെങ്കിലും വിസ കിട്ടുകയാണെങ്കിൽ പിള്ളേർ വരണം, പോകേണ്ടത് വരണം കേട്ടോ. പിന്നെ ഗാസ ഇപ്പൊ റീബിൽഡ് ഒരുപാട് പ്രോജക്റ്റ് വരുന്ന അവിടെ പോയി നമുക്ക് പൈസ ജോലി ചെയ്യാൻ, പൈസ വീട്ടിൽ അയക്കാന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞെ പോയേക്കരുത്, നീ തിരിച്ചു വരത്തില്ലെന്നുള്ള കാര്യം ഉറപ്പായിട്ടൊക്കെ പറഞ്ഞേക്കണം. മലയാളിക്കൊരു സ്വഭാവമുണ്ട്, ആവശ്യമില്ലാത്തതെല്ലാം ജോലിക്കൊന്നും ഇന്ന് വലിഞ്ഞു കയറും. എന്നിട്ട് പിന്നെ ശവം പൊതിഞ്ഞുകൊണ്ട് വേണം നാട്ടുകാർ നോക്കിയിരിക്കാനായിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ പിള്ളേർ ഒരെണ്ണം പോയേക്കല്ലെന്ന് പറഞ്ഞു കേട്ടോ.